ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഫിറ്റ്നസ് ഉള്ള ആളല്ല എന്ന് വിമർശിച്ചത് കോൺഗ്രസിന്റെ വക്താവ് ഷമാ മുഹമ്മദാണ്. ആ ഷമാ മുഹമ്മദിന്റെ വാർത്ത അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനം വിവാദമായതോടുകൂടി അവർ ട്വിറ്ററിൽ നിന്ന് തന്റെ പോസ്റ്റ് പിൻവലിച്ചിരുന്നു. പക്ഷെ അവരുടെ അഭിപ്രായത്തിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ ദുബായിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ ടീം ഓസ്ട്രേലിയൻ ടീമിനെ 4 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. ഈ ടീമിനെ നയിച്ചത് ആരായിരുന്നു? രോഹിത് ശർമ്മയാണ് ഈ ടീമിനെ നയിച്ചത്. 29 ബോളിൽ നിന്ന് അദ്ദേഹം 28 റൺ നേടി. അപ്പൊ ഇന്ത്യൻ ടീം ഓസ്ട്രേലിയൻ ടീമിനെ തോൽപ്പിച്ചു. അതിൽ ഏറ്റവും നല്ല പ്രകടനം നടത്തിയത് വിരാട് കോഹ്ലിയാണ്. ഈ 2 പേരെയും ഷമാ മുഹമ്മദ് കാര്യമായിട്ട് വിമർശിച്ചാണ്. നേരത്തെ വിരാട് കോഹ്ലി ഇന്ത്യ വിട്ടുപോകണം എന്ന് ആവശ്യപ്പെട്ട ആളാണ് ഷമാ മുഹമ്മദ്. ഇപ്പൊ അവർ പറഞ്ഞത് രോഹിത് ശർമ്മ ഒരു ശരാശരി കളിക്കാരനാണ്. അപ്പൊ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആവാൻ കൊള്ളില്ല, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ തന്നെ വരാൻ കൊള്ളില്ല, അദ്ദേഹത്തിന് ഫിറ്റ് അല്ല, അദ്ദേഹം പൊണ്ണത്തടിയാണ് എന്നൊക്കെയാണ് ഷമാ മുഹമ്മദ് പറഞ്ഞിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ആരോപണം അവർ ഉന്നയിച്ച സ്ഥിതിക്ക് ഇനി അവർക്ക് എന്തു പറയാനുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാനുള്ളത്. കാരണം ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരാരാണ് ഷമാ മുഹമ്മദ്, അവർ ഷമാ മുഹമ്മദിന്റെ അഭിപ്രായ പ്രകടനങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ക്രിക്കറ്റ് കളിക്കുന്നു. പക്ഷേ മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഷമാ മുഹമ്മദിന്റെ അഭിപ്രായ പ്രകടനം വളരെ വേദനാജനകമായിരുന്നു. കാരണം ഇന്ത്യയിലെ പല ക്രിക്കറ്റ് താരങ്ങളും, മുൻ ക്രിക്കറ്റ് താരങ്ങളൊക്കെ തന്നെ ഈ ഒരു അഭിപ്രായ പ്രകടനത്തിനെതിരായിട്ട് അവർ രംഗത്ത് വന്നു. കാരണം അവർ പറഞ്ഞു, ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു കളിക്കാരൻ ഒരു ക്രിക്കറ്റ് ടീമിൽ ഇടം തേടണമെങ്കിൽ തന്നെ ഫിറ്റ്നസിന്റെ ഒരുപാട് ഘടകങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞ് മാത്രമേ ഒരാൾക്ക് ടീമിൽ ഇടം കിട്ടൂ. അങ്ങനെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം കിട്ടി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ അനേകം വിജയത്തിലേക്ക് നയിച്ച ഒരു ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ. അങ്ങനെ രോഹിത് ശർമ്മയെ വളരെ മോശമായി ചിത്രീകരിക്കുകയാണ് ഷമാ മുഹമ്മദ് ചെയ്തത്. അപ്പൊ ഈ ഷമാ മുഹമ്മദിന്റെ പ്രവൃത്തി സത്യത്തിൽ പ്രതിരോധത്തിലാക്കിയത് കോൺഗ്രസിനെയാണ്. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയൊരു തിരിച്ചടി എന്ന് പറയുന്നത് ഇതേപോലെയുള്ള വക്താക്കളും നേതാക്കളുമാണ് കോൺഗ്രസിന്റെ. കാരണം രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായ രീതിയിലാണ് അവർ പലപ്പോഴും സംസാരിക്കുന്നത്. അല്ലെങ്കിൽ സാമൂഹ്യമായിട്ട് അല്ലെങ്കിൽ ഒരു പൊതുരംഗത്ത് ഒരാൾ പറയേണ്ട അഭിപ്രായ പ്രകടനങ്ങൾക്ക് യോജിച്ച രീതിയിലല്ല പലരും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ കോൺഗ്രസിന്റെ സാം പിത്രോദ പ്രമുഖനായ നേതാവാണ്, ഓവർസീസ് കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം ഒരിക്കൽ അദ്ദേഹം പറഞ്ഞത് ചൈന ഇന്ത്യ ആക്രമിക്കുന്നു, ചൈനയിൽ നിന്നുള്ള എതിർപ്പ്, ആ എതിർപ്പിനെയൊക്കെ പർവ്വതീകരിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ചൈന അത്ര മോശ രാജ്യമൊന്നല്ല, ചൈന ഇന്ത്യയെ ആക്രമിക്കുന്നു അല്ലെങ്കിൽ ആക്രമിക്കാൻ കോപ്പ് കൂട്ടുന്നു, അതിർത്തിയിൽ സൈനിക സജ്ജീകരണം നടത്തുന്നു, അല്ലെങ്കിൽ ഇന്ത്യയെ വ്യാവസായികമായി തകർക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ തന്നെ പർവ്വതീകരിച്ച് കാണിക്കുന്നതാണ് എന്നാണ് സാം പിത്രോദ പറഞ്ഞത്. പക്ഷേ മറുഭാഗത്ത് കോൺഗ്രസ് പറയുന്നത് ചൈന ഇന്ത്യയുടെ ഭൂമി കയ്യേറിയ സമയത്ത് മോദി സർക്കാർ ഒന്നും കാഴ്ചക്കാരായിട്ട് നോക്കി നിൽക്കുകയാണ്, പ്രതികരിക്കുന്നില്ല എന്നാണ് ഒരു ഭാഗത്ത് കോൺഗ്രസ് നേതാക്കന്മാർ പറയുമ്പോൾ, മറുഭാഗത്ത് സ്വാം പിത്രോദയെ പോലെയുള്ള കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് പറയുന്നത് ചൈന നമുക്കെതിരാണ് എന്ന കാര്യം വളരെ പർവ്വതീകരിച്ച് കാണിക്കുകയാണ്, അങ്ങനെ ചൈന വളരെ നല്ല രാജ്യമാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതേപോലുള്ള പ്രസ്താവനകളാണ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നത്. നേരത്തെ ശശി തരൂരും വിവാദപരമായ മറ്റൊരു പ്രസ്താവന നടത്തിയിരുന്നു. അഫ്സൽ ഗുരു 2013 പാർലമെന്റ് ആക്രമണ കേസിൽ അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊല്ലുകയാണ് ചെയ്തത്. പക്ഷേ ഈ അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്നത് ശരിയായില്ല, അല്ലെങ്കിൽ അഫ്സൽ ഗുരുവിന്റെ മൃതദേഹം വിട്ടുകൊടുക്കേണ്ടതായിരുന്നു, അല്ല അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് ബന്ധുക്കളായിട്ട് കൂടിക്കാഴ്ചയ്ക്ക് സർക്കാർ അനുവദിക്കേണ്ടതായിരുന്നു, അക്കാര്യത്തിൽ UPA സർക്കാരിന്റെ നിലപാട് തെറ്റായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് പാളിച്ച പറ്റി എന്നൊക്കെയാണ് ശശി തരൂർ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ പൊതുജന മധ്യത്തിൽ തങ്ങളുടെ പാർട്ടിയെ പോലും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലാണ് കോൺഗ്രസിന്റെ പല നേതാക്കളും സംസാരിക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തെ നേതാവാണ് അല്ലെങ്കിൽ വക്താവാണ് ഷമാ മുഹമ്മദ്. അവർക്ക് ശരിക്കും മുഖം അടച്ചു കിട്ടിയിരിക്കുകയാണ്. കാരണം അവരാരെയാണോ വിമർശിച്ചത് ആ ടീം ഇന്ന് വിജയത്തിലേക്ക് കുതിക്കുകയാണ്. ദുബായിൽ അവർ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ എത്തിയിരിക്കുന്നു. അവർ ലോകത്തിലെ ഏറ്റവും പ്രമുഖ ടീമായിരുന്ന ഓസ്ട്രേലിയയെ 4 വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഈ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. ഇത് ഷമാ മുഹമ്മദിന് കിട്ടിയ അടിയാണ്, അതോടൊപ്പം തന്നെ കോൺഗ്രസിന് കിട്ടിയ അടിയാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല.